നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടെ ആസിഡ് ബേസ് ആൻഡ് സാൾട്ട്സ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അതിൻ്റെ എക്സസൈസുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റേറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസ്. ആസിഡും ബേസും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. അറിയാം, പറഞ്ഞേണ്ട ആവശ്യമില്ല, അറിയാലോ. 2. അമോണിയ ഈസ് ഫൗണ്ട് ഇൻ മെനി ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് സച്ച് ആസ് വിൻഡോ ക്ലീനർ എക്സെട്ര. It turns red litmus blue. What is its nature? ചോദ്യം മനസ്സിലായല്ലോ. ചോദ്യം വിശദീകരിച്ചാൽ ഉത്തരം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എഴുതിയാൽ മതി. അമോണിയ എന്ന് പറഞ്ഞ സാധനം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിൻഡോ ക്ലീനർ പോലെ പല സാധനങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഈ വിൻഡോ ക്ലീനർ റെഡ് ലിറ്റ്മസിന് ബ്ലൂ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ വിൻഡോ ക്ലീനറിൻ്റെ അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള അമോണിയയുടെ നേച്ചർ എന്താണ്? ആസിഡ് ആണോ ബേസ് ആണോ? നെയിം ദ സോഴ്സ് ഫ്രം വിച്ച് ലിറ്റ്മസ് സൊല്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ്. എവിടെ നിന്നാണ് നമുക്ക് ലിറ്റ്മസ് സൊല്യൂഷൻ കിട്ടുന്നത്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് സൊല്യൂഷൻ? ഈ സൊല്യൂഷൻ്റെ ഉപയോഗം എന്താണ്? ഈസ് ദ ഡിസ്റ്റിൽഡ് വാട്ടർ ആസിഡിക് ബേസിക് ന്യൂട്രൽ. ഡിസ്റ്റിൽഡ് വാട്ടർ ആസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ? ഹൗ വുഡ് യു വെരിഫൈ ഇറ്റ്? എങ്ങനെ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാം? ഡിസ്റ്റിൽഡ് വാട്ടർ അത് നമ്മൾ ശുദ്ധീകരിച്ച നല്ല വെള്ളം, ഇതിന് സാധാ വെള്ളമായാലും മതി. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ സാധാ വാട്ടർ. അതിൻ്റെ നേച്ചർ ആസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ? എങ്ങനെ നിങ്ങൾ വെരിഫൈ ചെയ്യും? ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ന്യൂട്രലൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ഒരു ഉദാഹരണത്തോടു കൂടെ ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് വിശദീകരിക്കുക. ഇനി താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാർക്ക് ചെയ്യാനാണ്. നൈട്രിക് ആസിഡ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. നൈട്രിക് ആസിഡ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി കൺവേർട്ട് ചെയ്യും. ശരിയാണോ തെറ്റാണോ? നൈട്രിക് ആസിഡ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിരുന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ട്രൂ എന്നും തെറ്റാണെങ്കിൽ ഫോൾസ് എന്നും നിങ്ങൾ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാം. 2. സോഡിയം ഹൈഡ്രോക്സൈഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്തരം തെറ്റാണ്, ഫോൾസ് ആണ്. കാരണം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നൊരു ബേസാണ്. അത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും, അല്ലാതെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കില്ല. Sodium hydroxide and hydrochloric acid neutralize each other and form salt and water. ശരിയാണ്, ട്രൂ ആണ്. ഒന്ന് ആസിഡും മറ്റൊന്ന് ബേസുമാണ്. ഇൻഡിക്കേറ്റർ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഷോ ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ ആസിഡിക് ആൻഡ് ബേസിക് സൊല്യൂഷൻ. ട്രൂ ആണ്. ടൂത്ത് ഡീക്കേ ഈസ് കോസ്ഡ് ബൈ ദി പ്രസൻസ് ഓഫ് എ ബേസ്. ഫോൾസ് ആണ്. പ്രസൻസ് ഓഫ് ആസിഡ് ആണ് അതിൻ്റെ ശരി ഉത്തരം. Dorji has a few bottles of soft drinks in his restaurant, but unfortunately these are not labeled. He has to serve the drinks on the demands of customers. One customer wants acidic drink, another wants basic, and third one wants neutral. How will Dorji design which drink is to be served to whom? ഒന്ന് അസിഡിക് ആണ്, ഒന്ന് ബേസിക് ആണ്, ഒന്ന് ന്യൂട്രൽ ആണ്. ഇയാൾക്ക് എങ്ങനെ ഇത് സെർവ് ചെയ്യാൻ വേണ്ടി കഴിയും? ഓക്കെ, എങ്ങനെ ഇയാൾക്കിത് ടെസ്റ്റ് ചെയ്യാം? നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഉത്തരം നിങ്ങൾ കണ്ടെത്തി എഴുതുക. എക്സ്പ്ലെയിൻ വൈ ആൻ ആൻറ്റാസിഡ് ടാബ്ലറ്റ് ഈസ് ടേക്കൺ വെൻ യു സഫർ ഫ്രം അസിഡിറ്റി. അസിഡിറ്റി കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മൾ ആൻറ്റാസിഡാണ് യൂസ് ചെയ്യുന്നത്. ആൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസ്. കലാമിൻ സൊല്യൂഷൻ ഇസ് അപ്ലൈഡ് ഓൺ ദി സ്കിൻ വെൻ ആൻ ആൻറ്റ് ബൈറ്റ്സ്. ഉറുമ്പ് കടിച്ച സ്ഥലത്ത് കലാമിൻ സൊല്യൂഷൻ, നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഉറുമ്പ് കടിക്കുന്ന സമയത്ത് ഉറുമ്പ് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നത് ഫോമിക് ആസിഡാണ്. കലാമിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബേസാണ്. ഈ ബേസ് നമ്മുടെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും. ഫാക്ടറി വേസ്റ്റ് ഈസ് ന്യൂട്രലൈസ്ഡ് ബിഫോർ ഡിസ്പോസിങ് ഇറ്റ് ഇൻ ടു ദി വാട്ടർ ബോഡീസ്. ഫാക്ടറി വേസ്റ്റ് എന്തിനാണ്? വാട്ടർ ബോഡിയിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ് അത് ന്യൂട്രലൈസ് ചെയ്യുന്നത്. 3 liquids are given to you. നിങ്ങൾക്ക് 3 ലിക്വിഡുകൾ തന്നിട്ടുണ്ട്. വൺ ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അനദർ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ആൻഡ് തേർഡ് ഈസ് എ ഷുഗർ സൊല്യൂഷൻ. ഒന്ന് ആസിഡാണ്, രണ്ടാമത്തത് ബേസാണ്, മൂന്നാമത്തത് ന്യൂട്രൽ സൊല്യൂഷനാണ്, ഷുഗർ സൊല്യൂഷൻ.
ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ദം? എങ്ങനെ നിങ്ങൾക്ക് അതിനെ തിരിച്ചറിയാം? യു വോണ്ട് ഓൺലി ടർമറിക് ഇൻഡിക്കേറ്റർ. നിങ്ങൾക്ക് ടർമറിക് ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? ടർമറിക് ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് ബേസ് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് ആസിഡും ഒന്ന് ന്യൂട്രൽ സൊല്യൂഷനാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ടർമറിക് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ബേസ് മാത്രമേ തിരിച്ചറിയാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പം എങ്ങനെ നമുക്കിത് തിരിച്ചറിയാം? ബേസ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ? എങ്ങനെ നമ്മളെ ആസിഡും ന്യൂട്രൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ ഇത് വെച്ചിട്ട് തിരിച്ചറിയും? എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബേസ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. പിന്നെ ബാക്കിയുള്ളതിൽ ഒന്ന് ആസിഡും ഒന്ന് ന്യൂട്രൽ സൊല്യൂഷനുമാണ്. ആസിഡിൽ അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷനിൽ ടർമറിക് ഇൻഡിക്കേറ്ററിന് യാതൊരു റോളും ഇല്ല, ഒരു എഫക്റ്റും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? ആസിഡും ബേസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആസിഡാണെന്ന് നമുക്കറിയാം. ഇത് രണ്ടും കുറച്ച് വീതം നമ്മളുടെ ബേസിക് സൊല്യൂഷനോട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ന്യൂട്രലൈസേഷൻ നടക്കുകയാണെങ്കിൽ നമുക്കത് ബേസ് അതിലേതാണ് ആസിഡ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ, ഇറ്റ് റിമൈൻസ് ബ്ലൂ. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ? എക്സ്പ്ലെയിൻ. എന്തായിരിക്കാം ബ്ലൂ ലിറ്റ്മസ്? ഒരു സൊല്യൂഷനിൽ നോക്കുമ്പോൾ അത് ബ്ലൂ ആണെങ്കിൽ ഒന്നുകിൽ അത് ബേസ് അയക്കാം അല്ലെങ്കിൽ അത് ന്യൂട്രൽ അയക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസ് ചേഞ്ചസ് കളർ ഓഫ് ഓൾ ഇൻഡിക്കേറ്റേഴ്സ്. If an indicator gives a color change with an acid, it does not give a change with base. If an indicator changes color with a base, it does not change the color with an acid. Change of color in an acid and a base depends on the type of the indicator. Which of the statements are correct? Only D. A and D is true. Sorry, D is true. Only D is true. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എക്സസൈസ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ എക്സസൈസുകൾ നോട്ടിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. മനസ്സിലായല്ലോ? എക്സസൈസുകളൊക്കെ കൃത്യമായിട്ട് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യുകയും ചെയ്യാം.